ശ്യാമയെ വാർത്ത കാണുന്ന എല്ലാവരും കമന്റ്സ് ഇടുന്നതും ചോദിക്കുന്നതും അതാണ്. ഇത്രയധികം ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ എന്തുകൊണ്ട് അതിനെ മോചിപ്പിച്ചില്ല എന്ന്. നമ്മൾ മാക്സിമം ശ്രമിച്ചു. നമ്മൾ വരാൻ വേണ്ടി പറയായിരുന്നു. നമുക്ക് ഒരു കുടുംബം തകർത്തിട്ട് വരാൻ വേണ്ടി അല്ലല്ലോ പറയുന്നത്. നീ വരാൻ പറഞ്ഞു. പക്ഷെ ഇവർക്ക് ആ കുടുംബം കളഞ്ഞിട്ട് വരാൻ പിള്ളേരെ ഇത് കണ്ടിട്ടാണ് വരാതിരുന്നത്. 6 വയസ്സുള്ള പെൺകൊച്ചും 2 വയസ്സുള്ള ഒരു ആൺകൊച്ചും. അപ്പം അവരെ കളഞ്ഞിട്ട് എങ്ങനെ വരും? എൻ്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് എങ്ങനെ വരും? മലയൻകീഴ് വിളവൂർക്കലിലെ ഭർതൃവീട്ടിൽ യുവതി ജീവനൊടുക്കി എന്നതായിരുന്നു പുറംലോകമറിഞ്ഞ വാർത്ത. പുറംലോകത്തെ അറിയിച്ചതും അമ്മായിയായിരുന്നു. എന്നാൽ ജാത്യാധിക്ഷേപത്തിൻ്റെയും അമ്മായിപ്പോരിൻ്റെയും ഇരയാവുകയായിരുന്നു ആ 30-കാരിയെന്ന് വീട്ടുകാർ പറയുന്നു. സ്വയം പ്രേമിച്ചിറങ്ങിപ്പോയി ജീവിതം തുടങ്ങി വെച്ച പെൺകുട്ടിക്ക് ഭർതൃവീട്ടിൽ കാത്തിരുന്ന ദുരിതത്തിൻ്റെ നാൾവഴികൾ ഇപ്രകാരമായിരുന്നു. അനുജത്തി ഇങ്ങനെ പറയാറുണ്ടോ അവിടെ പ്രശ്നമാണ്, നിൽക്കാൻ കഴിയില്ല എന്ന്? പറയണം. അപ്പം നമ്മൾ വീട്ടിൽ വാ, നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ അവൾ പറയും ചേട്ടനും കുട്ടികളും ഉണ്ട്, ഞാൻ അവരെ ഒറ്റയ്ക്കിട്ട് വരത്തില്ല എന്ന് അവൾ പറയും. ഇപ്പം ഇത് അവരെവിടെയെങ്കിലും പോകുമ്പോഴാണ് ഞങ്ങൾ അവളെ വിളിക്കുക. അവളെ നമ്മളെ വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും, വീഡിയോ കോള്, കുട്ടികളെ കാണുന്നത് അവളെ കാണുന്നത് ഞങ്ങൾ അങ്ങനെയാണ്. അല്ലാതെ വീട്ടിൽ വരത്തൊന്നുമില്ല. ഒരു കൂട്ടുകാരിയോട് കാവ്യ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അറിവ്. അതെന്താ മനസ്സിലാക്കുന്നത്? അവൾ പറഞ്ഞ് എനിക്ക് എന്ത് പറ്റിയാലും ഞാൻ ഒന്നും ചെയ്യില്ല, എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അവൾ പറഞ്ഞു. എനിക്ക് എന്ത് പറ്റിയാലും നീ അവളുടെ അടുത്ത് അവള് പറയണേന്ന് പറഞ്ഞു. എന്ത് പറ്റുമെന്ന്? അവർ കൊല്ലുമെന്ന് അവൾ പറയും. അവൾ എപ്പോഴും പറയും. പിന്നെ നമ്മൾ അടിച്ച് കെട്ടി തൂക്കിയാലും പിന്നെ ചോദിക്കുക ഇവിടെ ആരും വരൂല എന്നാണ് അവളുടെ അടുത്ത് അവർ പറഞ്ഞത്. അനിയത്തിയടുത്ത് അവളെ കൈ പിടിച്ച് പൊള്ളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇത് അവളുടെ അടുത്താണ് പറഞ്ഞത് കൈ പൊള്ളിച്ച കാര്യം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അടിക്കുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ തലയോട്ട് അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കുട്ടി ഒരുപാട് മെലിഞ്ഞിരുന്നു അല്ലേ? അവള് നല്ല മെലിഞ്ഞ്, വയറൊന്നും ഇല്ല. ഒരു പ്രസവം കഴിഞ്ഞ വയറ് പോലെ അല്ല, ആഹാരം ഇല്ലാതെ വയറായിരുന്നു. വയറ് പൊട്ടി അങ്ങ്. അപ്പൊ ഈ ഭർത്താവായ വിഷ്ണു അറിയുന്നില്ലേ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവൻ അറിയും. അവനൊന്നും പറയാൻ റൈറ്റ്സില്ല. അവൻ വീട്ടിൽ കിടക്കുകയല്ലേ അവന്. അപ്പൊ ഇപ്പം ഫുഡ് വാങ്ങിച്ചോണ്ട് ഇവിടെ ഇപ്പൊ ഫുഡ് ഇല്ലെങ്കിൽ അവൻ വാങ്ങിച്ചോണ്ട് കൊടുത്ത ഫുഡ് പോലും കഴിക്കാൻ സമ്മതിക്കില്ല. അതുപോലെ അവരെടുത്തെറിയും. ഈ പിന്നെ കൊച്ചിന് കാവ്യക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ സ്വയം തിരഞ്ഞെടുത്ത ഒരു ജീവിതം വലിയ ദുരന്തമായി മാറിയെന്ന് അവള് പറഞ്ഞിട്ടുണ്ടോ? അവളെ ഭർത്താവിനെ കൊണ്ട് അവൾക്ക് ഒരു ശല്യം ഇല്ലാത്തോണ്ടാവും അവൾ അവിടെ പിടിച്ചു നിന്നത്. പക്ഷെ ഇവരിപ്പോ ഒരാഴ്ച ഒരു സ്നേഹപ്പെടെ പോകും, പിന്നെ ഒരാഴ്ച ഭയങ്കര ബഹളവും. കവിത, ഭർത്താവിനെ കൊണ്ട് ശല്യം ഇല്ല നമ്മൾ പറയുമ്പോഴും അയാളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഇനി അമ്മയല്ല അച്ഛനല്ല ആര് ഉപദ്രവിച്ചാലും അവനല്ലേ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അപ്പൊ അവനെ കൊണ്ട് ശല്യമില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? അവൻ ശല്യമല്ലേ? ആണ്. അതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? നമുക്കിപ്പോ ഒരു പെൺകുട്ടിയെ വിശ്വസിച്ച് തണലായിട്ട് നിൽക്കുന്ന ഒരു പുരുഷൻ പട്ടി ആക്രമിക്കാൻ വന്നാലും ആന ആക്രമിക്കാൻ വന്നാലും വീട്ടിലെ അമ്മ ആക്രമിച്ചാലും സംരക്ഷിക്കണ്ടേ? അപ്പൊ ഇല്ലാത്തപ്പോഴേക്കും ഇതൊക്കെ ചെയ്യുന്നത്. അവൻ ജോലിക്ക് പോകുമല്ലോ. അപ്പൊ മറ്റേ സ്വിഗ്ഗി ഓർഡറാണ്, ഫുഡ് ഡെലിവറിക്കാണ് അവൻ പോകുന്നത്. അവൻ രാത്രി പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം കഴിഞ്ഞിരിക്കും. ബഹളവും എന്തായാലും പറയാതിരിക്കും അല്ലേ? ഈയിടയ്ക്ക് തന്നെ ഫുഡിന്റെ കാര്യത്തിൽ അവർ കഴിച്ചതും പറഞ്ഞുകൊണ്ട് അവളെ വഴക്ക് പറഞ്ഞു. വീട്ടിലെ അമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞു ബാത്റൂമിൽ നിന്നപ്പോഴത്തേപ്പോഴും അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മ. അപ്പൊ അമ്മ മക്കളിങ്ങി വീട്ടിൽ വാ. ഇല്ല അമ്മ വരൂല, ചേട്ടനും കൊച്ചുങ്ങളും ഒറ്റയ്ക്കാവും. അവള് മരിക്കൂല എന്തായാലും. അവൾ ഒരിക്കലും ചെയ്യൂല, അത് നമുക്ക് 100% ഉറപ്പാണെന്ന് വെച്ചാൽ മുമ്പ് ഇതിനത്രയും നടന്നിട്ടുണ്ട്. എന്നിട്ട് അവള് മരിച്ചില്ല. അവളിപ്പോഴും മരിക്കൂല, ഉറപ്പാ. ഈ മൂക്കൊക്കെ മുറിഞ്ഞിരിക്കുന്ന പാടുണ്ട്. നമുക്ക് സംശയം നെറ്റിയിലൊക്കെ നീലക്കളിച്ച അതുണ്ട്, നീലിച്ച് ഇവിടെ മുറിഞ്ഞ്, മൂക്കിൻ്റെ ഈ 2 ഭാഗം മുറിഞ്ഞ്, മുതുകത്ത് പാടുണ്ട്. അവരെന്തെങ്കിലും ചെയ്തതാവാം. അവരങ്ങനെ ചെയ്യും. അങ്ങനത്തെ സ്ത്രീയാണ് അവര്. മുൻപ് മർദ്ദിച്ചിട്ടുണ്ടോ? അവളെ മുമ്പ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അവള്. കൈ പാത്രം മാറി എന്തോ ദേഹത്ത് അടിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ പാത്രം വാങ്ങി അടിച്ചു. എന്നിട്ട് ഞങ്ങൾ വിളിച്ച വീട്ടിൽ വരാം. അവള് വരൂല, യുദ്ധത്തിൽ വരൂല. എന്തിനാണ് അവളെ പിടിച്ച് നിൽക്കുന്നതൊക്കെ അറിഞ്ഞൂല, എന്ത് കാരണത്താലാണെന്ന്. ഇപ്പൊ അവക്ക് കൊടുത്ത സ്ഥലവും വീട് അവളെന്ന് നിർബന്ധപ്രകാരം അവന്റെ പേരിൽ അവന്റെ അമ്മ എഴുതിപ്പിച്ചാണ് അവിടെ വീട് സ്ഥലവും വാങ്ങിച്ചത്. മൂത്ത കുഞ്ഞിന് ഒരുവിധം അറിയാറായതല്ലേ? അപ്പൊ അതിന്റെ അമ്മയെ ഉപദ്രവിക്കുന്ന കാര്യമൊക്കെ ആ കൊച്ചിന് അവര് എന്തോ സോപ്പിട്ട് വരെ വെച്ചേക്കുക. അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കാൻ വേണ്ടി മോളെ സ്നേഹിച്ച് കൂടെ നിർത്തിയിരിക്കുന്നു. അല്ല പെട്ടെന്ന് അല്ല അവളും അനുമതി ചെയ്യൂല. അവൾ കുട്ടികളെ കൊണ്ട് സത്യം അങ്ങനെ ഒന്നും ചെയ്യൂല. അന്ന് ഇവരെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭാര്യയും മക്കളും കൂടെ നാട് വിട്ടുപോയി 1 മാസം. എന്നിട്ട് അവളെ കൊച്ചുങ്ങളെ മുഖം കണ്ട് ചാവാൻ പോയവര്, അവർ മരിക്കാൻ പോയവർ അവർ തന്നെ തിരിച്ചു വന്നത്. കൊച്ചുങ്ങൾ കണ്ടോണ്ട് പിന്നെ ന്യൂസിലൊക്കെ കൊടുത്ത തിരിച്ചു വന്നത്. അവൾ മരിക്കൂലെന്ന് എന്തായാലും ഉറപ്പുണ്ട്. അവൾ ഇത്രയും സഹിച്ച് നിന്നെങ്കിൽ അവൾ മരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് തോന്നുന്നില്ല. അവള് കൊന്നത് തന്നെ. അമ്മ, നമ്മുടെ
കാവ്യക്ക് നീതി കിട്ടണം. നീതി കിട്ടണം മക്കളെ. ആ വീട്ടില് ആ കുട്ടി എന്തൊക്കെ രീതിയിലുള്ള ദുരിതങ്ങളാണ് അനുഭവിച്ചതെന്ന് അമ്മയ്ക്ക് ബോധ്യമുള്ളതായിരുന്നോ? തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞ് ആഹാരം തരൂല, ആഹാരം ഇന്ന് കൊടുത്ത 2 ആഴ്ച കഴിഞ്ഞ് ആഹാരം കൊടുക്കുള്ളൂ, മുറിക്കാതെ വ്യാപിക്കാൻ സമ്മതിക്കില്ല, എന്തെടുത്താലും വഴക്കാണ്, അവരെ ഭർത്താവ് കൊണ്ടുവന്ന സാധനമാണ്, നിനക്ക് കഴിക്കേണ്ട യോഗ്യതയില്ല, നീ ആരാണ് ഇവിടത്തത് എന്നും പറഞ്ഞ് അവളെന്നും വഴക്കും ചെന്നും ഉണ്ടാവും. നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന ആഹാരം അല്ലല്ല, എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നതാണ്, നിനക്ക് കഴിച്ചൂടാ എന്നൊക്കെ അവളടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടാക്കിയാലും വഴക്ക്, എപ്പോൾ നോക്കിയാലും. മോള് പോയി 8 വർഷമായി ഇവിടെ നിന്ന് പോയിട്ട്, അന്ന് തൊട്ട് മരിക്കും തലേ ദിവസം വരെ അവിടെ വഴക്കും ചണ്ടയും തന്നെ. ഒരു സ്വൈരം കൊടുത്തിട്ടില്ല ആ സ്ത്രീ. ഈ വിഷ്ണുവിനെ കാവ്യ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണ്? ഇവിടുത്തെ അവിടെ വെച്ചാണ് കണ്ടു. അവള് നേഴ്സിങ്ങിന് പഠിച്ചിട്ട് 6 മാസം ട്രെയിനിങ്ങിന് പോയിട്ട് ഇവിടെ നിൽക്കായിരുന്നു. അപ്പോൾ സമയം പോകാണ്ട് എവിടെയെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ വേണ്ടി അവിടെ പോയതാണ്. ആ ശേഷമാണ് വിഷ്ണുവിനെ കണ്ടുമുട്ടി അങ്ങനെ സ്നേഹിച്ച് അവർ തമിഴ്നാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞ് പോയി. അവർ വിഷ്ണു മാത്രമേ ഉള്ളൂ ആ കുടുംബത്തിൽ. അവിടെ ഈ കാവ്യ ചെന്ന് കയറുമ്പോൾ അന്ന് മുതൽ ഈ ഒരു പെൺകുട്ടി അവിടെ കൊണ്ടുവന്നപ്പോൾ ഈ അമ്മായിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, അവര് വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ശേഷമാണ് പിന്നെ ഇവിടെ വന്ന് നമ്മളെ കൊടുത്ത വസ്തു വിറ്റ് വിഷ്ണുവിൻ്റെ പേരിൽ തന്നെ വാങ്ങിച്ചത്. ആദ്യം ഈ പ്രമാണം കൊണ്ടുപോയി വിഷ്ണുവിൻ്റെ പേരിനാക്കിയിട്ട് കാവേരി കിടന്ന വസ്തു വിഷ്ണുവിൻ്റെ പേരിനാക്കിയിട്ട് ലാസ്റ്റ് വിറ്റ് വിഷ്ണുവിൻ്റെ പേരിനാക്കി, വസ്തു വിഷ്ണുവിൻ്റെ പേരിനാക്കി. നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പയ്യനല്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്. പിന്നെ 25 ലക്ഷം രൂപ കടം ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ നാട് വിട്ടുപോയി. നാട് വിട്ടുപോയത് ഇവരെ കരുതി തന്നെ. തള്ള ഒരിക്കലും സ്വൈരം കൊടുക്കില്ല. അപ്പം വിഷ്ണു മരിക്കാൻ പോയപ്പോഴാണ് ഇവള് മക്കളെയും കൂടി എടുത്തുകൊണ്ട് വിഷ്ണുവിൻ്റെ കൂടെ പോയത്. വിഷ്ണുവും മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കൽ. ഇത് കാണാതെ പോയപ്പോൾ ഒരിക്കൽ കാണാതെ 4 പേരെ കാണാതെ പോയപ്പോൾ പത്രത്തിലും TV-യിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കാറിലെടുത്ത് മരിക്കാൻ പോയതാണ് വിഷ്ണു. അപ്പോഴിവള് കാവ്യ മക്കളെ 2 പിള്ളേരെയും എടുത്ത് കാവ്യം കൂടി ചേട്ടൻ്റെ കൂടെ പോയതാണ്. അത് ഈ 25 ലക്ഷം രൂപയുടെ കടമാണ്. 25 ലക്ഷം രൂപ കടമുണ്ട്. ആ കടം എങ്ങനെ വന്നതാണ്? വീട് വെച്ച് അത് പ്രമാണം കൊണ്ട് വെച്ച് ലോണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാറെടുത്ത് ആ കടമുണ്ട്. പിന്നെ എന്തൊരു കടമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ കുട്ടിക്ക് ആഹാരമൊന്നും കിട്ടുന്നില്ല. ആഹാരമൊന്നും കിട്ടണില്ല. അതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വിളിച്ചു, മക്കളെ നീങ്ങി വാ, കഴിഞ്ഞ ആഴ്ച ചിക്കൻ കറി എന്തോന്ന് ഹോട്ടലിൽ ആഹാരം ചിക്കൻ കറി വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് അവളൊരു ശകലം എടുത്ത് അവൾ അമ്മാവിക്ക് പോയി അവിടെ പാത്രത്തിൽ വെച്ച് അമ്മാവി കുളിക്കാൻ പോയിട്ട് വന്നപ്പോൾ ചിക്കൻ കറി കുറഞ്ഞിരുന്നു. നീ അത്രയും കഴിച്ചാ? എനിക്കെവിടെ എന്താ വെച്ചു. അപ്പോഴാണ് ഞാൻ ഒരു ശകലം എടുത്തോളാം അമ്മ. പിന്നെ അതിനെ പറ്റിയാണ് വഴക്കായി എൻ്റെ മോള് മരിക്കുകയും ചെയ്തു. പിന്നെയാണ് വിളിക്കണം, അമ്മ ഞാൻ ഇങ്ങനെ മോള് പറഞ്ഞത് ചിക്കൻ കറിക്കാട് അടി വഴക്കും ചണ്ട ഉണ്ടായമ്മ, ഇനി എന്നെ പറയാൻ ഒന്നുമില്ല, ജാതി പറഞ്ഞ് വഴക്കുണ്ടാക്കി. പിന്നെ ആഹാരം കാണാതെ കിടക്കണ പെണ്ണാണ്, എവിടെ നിന്ന് വന്നാന്തോ എന്നും പറഞ്ഞ് എന്നും വഴക്കും ചണ്ടതിന്. ആഹാരം കൊടുക്കൂല അവള്. ഈ ജാതി എന്ന് പറയുന്നത് എന്തുവാ? അവര് നായര്, നമ്മള് ഹരിജനങ്ങള്. അങ്ങനെയാണ് അവൾ പറയുന്ന ജാതി. വിളിച്ചോണ്ട് പോയപ്പോ ജാതിയുടെ അധിക്ഷേപവും അതുപോലെ സ്ത്രീധനം കുറവ് എന്നുള്ളതും ഒക്കെയാണോ അവരുടെ പ്രശ്നം? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? തന്നെ സ്ത്രീധനോ കുറവൊക്കെയാണ്. അവർക്ക് ആദ്യം കാറ് വേണമെന്ന് പറഞ്ഞ് നമ്മൾക്ക് കാറ് കൊടുക്കാനുള്ള ഇതൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താണ് അവരെ മോനെ ഞാൻ എടുത്തത്, നമ്മളെ കാവ്യക്ക് കെട്ടിക്കൊടുത്തതെന്ന് പറയും. നമുക്ക് അതിനുള്ള ഒരു അതും ഇല്ല. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 18 വർഷമായി. നമ്മളോടൊപ്പം ഉള്ളത് കാവ്യയുടെ സഹോദരൻ ശ്യാമാണ്. ശ്യാമ, എന്താണ് ഇന്നലെ മുതൽ നമ്മൾ ഫാമിലിക്ക് വലിയ ആരോപണങ്ങളാണല്ലോ ഈ വിഷയത്തിലുള്ളത്. കാവ്യ ഇങ്ങനെ ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ? കാവ്യ ഇങ്ങനെ ചെയ്യില്ല. ഒരു മനഃപൂർവ്വം ചെയ്തതാണ്. മനഃപൂർവ്വം ചെയ്തെന്ന് പറഞ്ഞാൽ അവരുപദ്രവിച്ചു കൊച്ച്. ശ്യാമ, വെറുതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞു വന്ന ബോഡിയിൽ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ നമ്മൾ കണ്ടപ്പോൾ തന്നെ മൂക്കിലൊക്കെ മുറിവുണ്ട്, നെറ്റിയിലൊക്കെ നീല കളറും അങ്ങനെയൊക്കെ.
അതങ്ങനെ ഇടിച്ച പോലത്തെ ഇതാണ്, മൂക്കൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കണക്കത്ത് കീറിയിരിക്കുകയാണ് മൂക്ക്. അങ്ങനെയൊക്കെ കുറച്ച് ബോഡിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാർത്തയിലൊക്കെ കേൾക്കുന്ന പോലെ കൊച്ചിന് കുറുക്ക് കൊടുക്കാൻ വേണ്ടി റൂമിൽ കയറിയെന്നും പിന്നെ കുറേ നേരമായിട്ട് വിളിച്ചനൊക്കെ കണ്ടില്ലെന്നും മാത്രമാണ് പറയണേ ഈ വാർത്തകളിൽ പറയുന്നത്. അല്ലാതെ ആ വീട്ടിൽ എന്ത് സംഭവം നടന്നിട്ടുണ്ടാവും എന്ന് വാർത്തകളിലൊന്നും കേൾക്കുന്നില്ല. നമുക്ക് അറിഞ്ഞിടത് നമ്മൾ ഇത് കഴിഞ്ഞ് ഒരു 8:30, ഇത് 5 മണി 6 മണിക്ക് നടക്കുന്ന സംഭവം നമ്മൾ അറിയുന്നത് 8:30-ക്കാണ്. ഞങ്ങൾക്ക് ആ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇവര് പറയുന്നത് മാത്രമേ നമുക്കറിയാമല്ലോ, എന്താണ് കാര്യം എന്ന് പറഞ്ഞത്. അതെന്താ ശ്യാമ, ആ സഹോദരിയെ അവിടെ കൊണ്ടുപോയതിനു ശേഷം ആ വീട്ടിൽ കയറാൻ അനുവദിക്കില്ലായിരുന്നോ? ഇല്ല, ഞങ്ങളാ വീട് കണ്ടിട്ട് പോലും ഇല്ല. നമ്മളെ സ്ഥലം വിറ്റാണ് കൊച്ചു വീട് വരെ വെച്ചത്. ആ വീട് പോലും ഞങ്ങളെ കാണിച്ചില്ല. ഞങ്ങൾ അവിടെ വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും റോഡരികില് ഒരു തോട്ടിൻകരയില് 2 നില വീടാണ്. നമ്മൾ ആ വീട് ഇന്നലെ കണ്ടിരുന്നു. സ്ഥലം പോലും കണ്ടിട്ടില്ല. ആ വീട് ഇന്നലെ കണ്ടിരുന്നു. പരിസരവാസികളോട് സംസാരിക്കുന്ന സമയത്തും ആ നാട്ടിലെ ആൾക്കാർക്കും പിന്നെ കാവ്യയോട് ഭയങ്കര സഹാനുഭൂതിയോടെ സംസാരിക്കുന്ന ആ കുട്ടി കഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അവരൊക്കെ പറയണേ. അപ്പൊ അങ്ങനെ നമുക്ക് സൂചനകൾ ഉണ്ടായിരുന്നു. ഇവിടെ വിളിച്ച് പറയുമായിരുന്നു കഷ്ടപ്പെടാൻ. നമ്മൾ പറയുമായിരുന്നു, നീങ്ങ വാ, കഷ്ടപ്പെട്ട് അവിടെ നിൽക്കണ്ട, നീങ്ങ വാ. കുറെ ഭർത്താവും മക്കളും കളഞ്ഞിട്ട് വരാൻ പറ്റൂല. ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ നമ്മളാണല്ലോ കണ്ടത്. ഈ കാവ്യയുടെ ദേഹത്ത് ക്ഷതങ്ങളോ മുറിവുകളോ ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? കഴുത്തില് തൂങ്ങിയ പാടുണ്ടായിരുന്നു. പക്ഷെ തൂങ്ങിയ പാടായിട്ട് തോന്നുന്നില്ല, അതൊരു വലിച്ചു മുറിക്കിയ ഒരു പാടായിട്ട് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ തൂങ്ങി മരിക്കണമെങ്കിൽ ഒന്നി അയാളുടെ കഴുത്തിൽ നല്ല ഈ സൈഡില് കെട്ട് വരാത്തുള്ളൂ. ഇത് ബാക്കിലാ കെട്ടുള്ളത്. കെട്ടല്ല, ഞാൻ വലിച്ച ഒരു പാടാണ്. പിന്നെ മൂക്ക് ഈ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. പാലത്തിൽ നിന്ന് മേളോട്ട് ചത പൊങ്ങി നിൽപ്പുണ്ട്. ചത മേളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എല്ല് കാണാം. എവിടെയോ ഇടിച്ച പാട്, ഒന്നെങ്കിൽ അടിച്ച പാട്, എന്തെങ്കിലും വെച്ച് അടിച്ച് അല്ലെങ്കിൽ വലിച്ച് ഇഴച്ച പാട്. അത് നമുക്ക് കറക്റ്റ് നമുക്ക് ഈ മൂക്ക് എങ്ങനെ ഇത് വന്നു എന്ന് അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് പിന്നെ നെറ്റിയുടെ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇടിച്ച പാടുകളും, പിന്നെ കാലിൽ 2 മുറിവുണ്ട്. അത് ഇനി വലിച്ചിഴച്ചുണ്ടായ മുറിവാണ്. നമുക്ക് ഈ അവിടെ ബോഡി കിട്ടിയപ്പം അതിൽ ഈ തണുപ്പുള്ളത് കൊണ്ട് അതിൻ്റെ ഈ ഐസ് പോലെ ഇരുന്നു. ഇല്ല, പാദത്തിൽ മുറിവുണ്ട്. 2 കാലിലും മുറിവുണ്ട്. ഷോൾഡറിൽ ഇടിച്ച് നീലിച്ച് കിടപ്പുണ്ട് ഷോൾഡർ. അന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് എന്താ പറഞ്ഞത്? അവർ FIR ഇട്ടിട്ടുണ്ട്. അവരുടേതായ നമ്മുടേതായ ഇതിൽ പോകുന്നുണ്ട്. പാർട്ടിപരമായും നമ്മളെ കേസ് കൊടുക്കാൻ, ഇനി അടുത്ത് നമ്മൾ SC/ST വിഭാഗം കേസ് കൊടുക്കണം, മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുക്കണം. അതിൻ്റേതായ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യും. നമ്മൾ വെറുതെ എന്തായാലും ഇരിക്കുന്നില്ല, അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാല് സഹോദരി ആണ് കാവ്യ. നമ്മളോടായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവിടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാനും അവളെ കണ്ടിട്ടില്ല. ഇപ്പം ഈ 2 മാസത്തിന് മുമ്പായിട്ട് ഇവിടെ നിന്നപ്പോഴും ഞാനും ജസ്റ്റ് ഒന്ന് കണ്ടത് അവളെ. അല്ലാതെ ഞാനും അവളെ കണ്ടിട്ടില്ല. അവളെ ആദ്യത്തെ കുഞ്ഞിനെ നൂലിട്ടാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ അവളെ കണ്ടിട്ടില്ല. വരാറില്ല അവള്. അവര് വിടാറില്ല, വരാറില്ല, ഒന്നും ചെയ്യാറില്ല അവര്. നമ്മളാരും കണ്ടിട്ടില്ല. അവളെ ഹസ്ബൻഡിനെ തന്നെ ഇന്നലെ ഞങ്ങൾ അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുവന്നപ്പോഴാണ് ഹസ്ബൻഡ് വരെ അവിടെ എത്തിയത്. അയാൾ മുഖത്ത് പോലും നോക്കുകയോ അവിടെ ഒന്നും അയാളൊന്നും മിണ്ടിയില്ല. ഇപ്പൊ ഈ കുട്ടികൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? മൂത്താൾക്ക് 5 വയസ്സും ഇളയാൾക്ക് 1.25 വയസ്സും. 1.25 വയസ്സ്. രണ്ടും പെൺകുട്ടികളോ ആൺകുട്ടികളോ? മൂത്താള് പെണ്ണും ഇളയാളാണ്. എന്തായാലും ഈ പിന്നെ ഏറ്റവും ചെറു പ്രായത്തിലുള്ള കുഞ്ഞിനെയൊക്കെ വിട്ടിട്ട് കാവ്യ എങ്ങനെ ചെയ്യും തോന്നണുണ്ടോ? ചെയ്തതല്ല അത് നമ്മള് കണ്ട ബോഡിയാണല്ലോ. അപ്പൊ അതവള് ചെയ്തതല്ല. അത് 100% ഉറപ്പാണ് അതവള് ചെയ്തതല്ല. ചെയ്ത ഒരു കുഞ്ഞിന്റെ ബോഡി നമ്മൾ കാണുമ്പോൾ അറിയാം. ഒരു കുട്ടി തനിയെ ചെയ്യുന്നതും ഒരാള് അവർ പ്രസ് ചെയ്ത് ഒരാൾ ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ അറിയാം. ആ ബോഡി എങ്ങനെയാണ് കണ്ടത്. കാവ്യയുടെ അച്ഛന്റെ അമ്മയാണല്ലേ? അച്ഛൻ എന്റെ മോനാണ് ഇരിക്കുന്നത്. എന്റെ മോനാണ്. മോനെന്ത് പറ്റി? മോൻ അറ്റാക്കായിരുന്നു. ദുബായിൽ വെച്ച് അറ്റാക്കായിട്ട് മരിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അത് മരിച്ചിട്ട് ഒരുപാട് നാളായ? പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും വഴക്ക് തന്നെയാണ്. ഒരു വക ചെയ്യാൻ താമസിക്കൂല. കൊച്ചുങ്ങളാണ്, അതിന് താമസിക്കൂല. ഇങ്ങോട്ട് വിടാറില്ലായിരുന്നു അമ്മ? എന്താ കാവ്യ ഇങ്ങോട്ട് വിടാറില്ലേ? അങ്ങനെ വരില്ല. പക്ഷെ എന്നിട്ടും നേരത്തെ നമ്മള് വരും. ഞാൻ പ്രസവം എടുത്തതും നമ്മൾ തന്നെയായിരുന്നു. 2 കുട്ടികളുടെയും? 2 കുട്ടികളും. അങ്ങനെ ഇരിക്കവേണ് വീണ്ടും അങ്ങ് പോകുമ്പോൾ വീണ്ടും ആ പെണ്ണിന് ഇത് തന്നെയാണ് അവസ്ഥ.
ഇത് ഈ വിഷ്ണു അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അമ്മ ഇങ്ങനെ? അതറിയാൻ പാടില്ല. ആ. മോള് പറയണ അവൻ തെറ്റുകാരനല്ലെന്നാണ് പറയണത്. അവനോട് ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ആ, പറഞ്ഞു. അത് തമിഴ്നാട്ടിൽ പോയി. അങ്ങനെ അന്വേഷിച്ചാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നു. തിരികെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ കൊച്ചിനെ പ്രസവിക്കണത്. പിന്നെ വീണ്ടും കുറേ സ്ഥലം കിടന്നതിനെ വിറ്റാണ് 10 ലക്ഷം രൂപ തള്ള കൊടുത്ത്. ഇത് അത്രയും വാങ്ങിച്ച് 10 ലക്ഷം രൂപ കൊടുത്തു. അത് അന്ന്. അപ്പൊ ഇപ്പൊ കിടപ്പാടൊന്നും ഇല്ല ഈ കാര്യം? ഉണ്ട് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഇല്ല, അവിടെ ഉണ്ട് സ്ഥലം വാങ്ങിച്ച. അല്ല, അവിടെ ഉണ്ട്. ഈ കാവ്യയുടെ അമ്മയ്ക്കും ഇപ്പൊ ആരൊക്കെയാണ് കാവ്യയുടെ വീട്ടിൽ ഇപ്പൊ ഉള്ളത്? മോനും മരുമോളും മാത്രം. അപ്പൊ അത് എല്ലാം വിറ്റ് കൊടുത്തില്ല. കാവ്യയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ കൊടുത്തപ്പോ മുഴുവൻ വിറ്റ് പോയില്ല. ഇപ്പൊ കിടപ്പാടമുണ്ട് നിങ്ങൾക്ക്. മോക്കുള്ളത് വിറ്റ് കൊടുത്തു. ഓ, അത് വിറ്റാണ് ഇവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചത്. 4 സെന്റ് ഇപ്പൊ അല്ല, ഇപ്പൊ നമുക്ക് ഇങ്ങനെ വാർത്തകളിലുടനീളം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പീഡനങ്ങൾക്കപ്പുറം ഈ കൊച്ചു മരിച്ചത് അന്ന് ഈ ഇൻക്വസ്റ്റിലൊക്കെ കണ്ടു എന്ന് പറയുന്നു. ഒരു സഹോദരി പറഞ്ഞു മൂക്കില് പൊട്ടലുണ്ടെന്നോ കഴുത്തിലൊക്കെ എന്തൊക്കെയോ. ഇവിടെ മൂക്ക് 2ആയിട്ട് മുറിഞ്ഞിരിക്കണം. പിന്നെ ഇവിടെ മുറിവുണ്ട്, ഇവിടെ കറുകറ കിടക്കണം നെറ്റിയൊക്കെ. ഞാൻ അവിടെ കൊണ്ട് ബോഡി കൊണ്ട് കിടത്തിയപ്പോഴാണ് കണ്ടത്. മൂക്ക് 2ആയിട്ടിരിക്കണം. ഈ മൂക്ക് 2ആയിട്ട് കീറി. അത് പിന്നെ ആ കുട്ടിയെ അന്ന് ഉപദ്രവിച്ചു തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം ഈ കൊച്ചിനെ ഇവര് ഉടനെ തന്നെ ഒരു ഓട്ട വന്ന് ഈ കൊച്ചിനെ കെട്ടണ്ണി അഴിച്ച് ഓട്ടയിൽ കയറ്റിയാണ് അവർ ആശുപത്രി കൊണ്ടുപോയി. ആംബുലൻസിലല്ല, ഓട്ടയിലാണ് കയറ്റി കൊണ്ടുപോയത്. അപ്പൊ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവര് വിളിച്ചു പോയി നാട്ടുകാരെല്ലാം കൂടി എന്നൊക്കെയാണല്ലോ വാർത്തയിൽ വന്നത്. അങ്ങനെ ഉണ്ടോ? അതോ അതാ നമുക്ക് അറിഞ്ഞു. അതേ ഒരു ഓട്ടോക്കാരനും ഓട്ടോക്കാരനെ വിളിച്ചു വരുത്തി ഇവര് കയറ്റിക്കൊണ്ട് പോയത്. സാധാരണ ഓട്ടോയോ വാഹനങ്ങളൊന്നും ഉള്ള വഴിയല്ല. ഒരു ഒറ്റപ്പെട്ട ഒരു വീടാണ്. അപ്പൊ ആ സ്ഥലത്തൊന്നും സാറ് ഇന്നലെ പോയി, ഇന്ന് പോയില്ല. ആ വീട് അത് കാവ്യക്കുള്ളതാണ്. ആ വീട് കാവ്യയുടെ വസ്തു വിറ്റ് പെരയുടെ വിറ്റ് വെച്ച വസ്തു വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും 10 ലക്ഷം രൂപ ഈ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തു അല്ലേ? അതും അവർക്ക് കൊടുക്കേണ്ട പൈസ തന്നെയാണ് വസ്തു വിറ്റത്. ഇതാണ് ഇപ്പൊ ഇവർ പറയുന്നത്. ഇവർക്ക് നമുക്ക് എന്തെങ്കിലും ചോദിച്ചറിയാൻ തന്നെ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ അമ്മയും ഈ അച്ചാമ്മയും ഒക്കെ ഉള്ളത് ഈ വീട്ടില്. അവരിപ്പോ നിൽക്കുന്ന ഈ വീട് അവരുടെ സ്വന്തമല്ല, ഒരു ബന്ധുവിന്റെ വീട്ടിലാണ്. ശ്രീകാര്യത്ത്. ഈ സ്ഥലപ്പേരേതാണ്? കട്ടേലയിലാണുള്ളത്. വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മാനസികമായ ഭയങ്കര സമ്മർദ്ദത്തിലിരിക്കുന്ന അവരോട് കൂടുതലൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയില്ല. അല്ലാതെ അല്ല. ആ കൊച്ച് തനിയെ ചെയ്യില്ലെന്നാണോ പറയണേ? കൊച്ചു തനിയെ ചെയ്തതല്ല മോൻ. എങ്ങനെ പറ്റിയെന്ന് അത് ഈ മുഖത്തെ ക്ഷതങ്ങൾ കൊണ്ടാണോ അങ്ങനെ തോന്നിപ്പിക്കുന്നത്? നമുക്ക് പിന്നെ ഇവരെന്തിനു ഒറ്റയ്ക്ക് അഴിച്ചു ആശുപത്രി? ഒറ്റയ്ക്ക് അഴിക്കാൻ കഴിയില്ല, ഒരു ലേഡിക്ക് ഒറ്റയ്ക്ക് അഴിക്കാൻ കഴിയില്ല. ഈ കാവ്യ നമ്മളോട് സംസാരിക്കുന്നത് അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് എന്തെങ്കിലും വോയിസ് റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിങ്ങനെ അവളൊരു കൂട്ടുകാരിയിൽ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ഉണ്ടെന്നും ഇവള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരുടെ അടുത്ത്. ഇതെനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇവരാണ് കാരണം, ഇവരെന്നെ നിരന്തരമായിട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ കൊച്ചിനെ വിളിച്ച് പറയുമായിരുന്നു. ഇവര് എന്താണ് മാറ്റി നിർത്താൻ, ഒരു കുടുംബത്തെ ഒന്നാകെ മാറ്റി നിർത്തി എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ ആ വീട്ടിലേക്ക് കയറണ്ട എന്നും ആ രീതിയിൽ തന്നെ ആ പെൺകുട്ടിയോട് പെരുമാറുകയൊക്കെ ചെയ്തത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് ചെയ്തത്. ജാതിപരമായിട്ട് തന്നെ ജാതി പറഞ്ഞാണ് അവർ ഇത്ര ദിവസം. ഇക്കാലത്ത് ഉണ്ടോ ശ്യാമ അങ്ങനെ ജാതി പ്രശ്നങ്ങളൊക്കെ നാട്ടില്? ഉണ്ട്. ഇവളെ ഇതിൽ നമുക്ക് അറിയാം ജാതി ഉണ്ട്. ഇവളെ ഈ പ്രശ്നത്തിൽ ജാതി തന്നെ, ജാതി പറഞ്ഞ് തന്നെ അവർ ഇത്രയും ചെയ്തു. ജാതി പറഞ്ഞ് തന്നെ അവർ ചെയ്തത്. ഇത് പരാതി കൊടുക്കുക, മേലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി കൊടുക്കുക, മന്ത്രിക്കൊക്കെ പരാതി കൊടുക്കുക, മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ പരാതി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നിരവധി പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന ഇപ്പോഴും ഇഷ്ടംപോലെ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണക്ക് ഇനിയും ആരും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിലൊരു നീതി വേണം. നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇല്ല, അവരെ
ശിക്ഷിക്കണം. അവർ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. അവർ മാത്രമാണ് അവർ ശിക്ഷിക്കപ്പെടുന്നവർ. ഉം. അവർ അത്ര ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ 8 വർഷമൊക്കെ അവൾ പിടിച്ചു നിന്നിട്ട് തീരെ നിവർത്തിയില്ലാതെ എന്നുള്ളൂ ഇത് ചെയ്തത്. കൊല്ലാതെ കൊന്നുമല്ലേ? കൊന്നത് തന്നെ അവളെ കൊന്നതാണ്.